ഹലോ ഗൈസ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ ബൗൾ ചോപ്പ് ചെയ്ത് സ്വീറ്റ് കോൺ, ഹാഫ് മാഗി ക്യൂബ് കംപ്ലീറ്റ്ലി ഓപ്ഷൻ ആണ്. നമുക്ക് എക്സാക്ട് റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മാഗി ക്യൂബ് എന്തായാലും ആഡ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് സ്പ്രിംഗ് അണിയൻ നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഫൈനലി ചോപ്പ് ചെയ്ത ഗാർലിക്, പിന്നെ കുറച്ച് കട്ട് ചെയ്യാത്ത സ്വീറ്റ് കോണും കൂടി ആവശ്യമാണ്. പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പർ എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള പെപ്പർ തന്നെ എടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാനിവിടെ എടുത്തേക്കുന്നത് ബേക്കേഴ്സിൻ്റെ ബ്രാൻഡാണ്. പിന്നെ ഒരു ചെറിയ ബൗൾ ചിക്കൻ ഞാൻ എടുത്തേക്കുന്നത് ബോൺലെസ് ചിക്കൻ, അത് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. വേറെ എക്സ്ട്രാ നമുക്ക് വേണ്ടത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ്, പിന്നെ വിനീഗർ, പിന്നെ ആവശ്യത്തിന് വാട്ടർ. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി 3 പേർക്ക് കഴിക്കാനുള്ള പോർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ നമുക്ക് വാട്ടർ ആഡ് ചെയ്യേണ്ടത് 5 കപ്സ് ഓഫ് വാട്ടർ. നമ്മൾ ആഡ് ചെയ്ത വാട്ടർ ബോയിൽ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വൺസ് അത് ബോയിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ മാഗി ക്യൂബ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. മാഗി ക്യൂബ്സ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഡിസോൾവ് ചെയ്യണം. ഡിസോൾവ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ. ശരിക്കും 2 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത സ്വീറ്റ് കോൺ ആണ് ആദ്യം ആഡ് ചെയ്യുന്നത്. ഇനി ഈ ചിക്കനും സ്വീറ്റ് കോണും കൂടിയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ്സ് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് അണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രിംഗ് അണിയനും ചിക്കനും സ്വീറ്റ് കോണും കൂടി നന്നായി ഇനി കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇതിനെ അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പ് എപ്പോഴും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെക്കാത്ത സ്വീറ്റ് കോൺ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കും കൂടി ആഡ് ചെയ്യണം. ഗാർലിക് ആഡ് ചെയ്യുന്ന ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ്. ഒരു 5 മിനിറ്റ്സ് ഇത് അടച്ചു വെച്ച് നന്നായിട്ട് ബോയിൽ ചെയ്യുന്നത് വരെ, നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കണം. ഇപ്പം ഇത് നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പെപ്പർ ആഡ് ചെയ്യാം. പെപ്പർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യണം. 1 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇനി കൈ എടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇത് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് നമുക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്യേണ്ടത്. അതിന് ഞാൻ 1 എഗ്ഗാണ് എടുത്തേക്കുന്നത്. 1 എഗ്ഗിൻ്റെ എഗ് വൈറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ അത് മിക്സ് ചെയ്യണം. ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഈവൺ ആയിട്ട് എഗ് വൈറ്റ് സ്പ്രെഡായി എന്ന് കാണുമ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ സൂപ്പ് നന്നായിട്ട് ബോയിൽഡായി വന്നിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. കുറച്ച് സ്പ്രിംഗ് അണിയൻ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം മേളിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.